സുപ്രഭാതം. ദാവീദിനെ കുറിച്ച് വായിക്കുന്ന ചില ഭാഗങ്ങളിലൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇശായിയുടെ പുത്രനായ ദാവീദ്. ഇശായിയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനാണ് ദാവീദ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്നത്ര പ്രാധാന്യം ദാവീദിന് ഇശായി കൊടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ദാവീദിനെ സംബന്ധിച്ച് ആ വീട്ടിൽ ഏറ്റവും ഇളയവൻ എന്ന നിലയിലും മറ്റുള്ളവരെക്കാൾ അത്ര പരിഗണന കൊടുക്കാത്ത ഒരു വ്യക്തിയായിട്ട് വേണം ദാവീദിനെ നാം മനസ്സിലാക്കുവാനായിട്ട്. കാരണം മൂത്ത സഹോദരന്മാരൊക്കെയും ശൗലിന്റെ പട്ടാളത്തിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവരാണ്. എന്നാൽ അധിക ഗുണമില്ലാത്ത, യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ദാവീദിനെ അവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പന്റെ ആടുകളുമായിട്ട് മരുഭൂമിയുടെ നിർജ്ജനമായ പ്രദേശത്ത് പോയി സഞ്ചരിക്കുന്ന ഒരു ദാവീദിനെയാണ് കാണുന്നത്. പലപ്പോഴും ഇശായി തന്റെ മൂത്ത മക്കളെ ഓർത്ത് അഭിമാനം കൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത് ഇശായിയുടെ പുത്രനായ ദാവീദ് എന്നാണ്. എന്താ കാരണം? ഇന്ന് ഇശായി അല്ല ഉന്നതൻ, മറിച്ച് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി എല്ലാവരിലും ഏറ്റവും ഉന്നതനായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ബലഹീനരായ നമ്മെ ഉന്നതരാക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ആളുകൾ നമ്മെ വെടക്കം നെണ്ണി മാറ്റി നിർത്തിയാലും നമ്മെ ഉന്നതനും ഉയർന്നവരും ഉത്കൃഷ്ടരുമാക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഇടയായിട്ട് തീരും.